വിറ്റാമിൻ എ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്നറിയോ? അത് നമ്മൾ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടത് ശാരീരിക പ്രതിരോധമാണ്. എന്തൊക്കെ അസുഖങ്ങളാണ് ഈ മഴക്കാലത്ത് നമ്മൾ കണ്ടുവരുന്നതെന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ നമ്മളെ ശരീരത്തിൻ്റെ തളർച്ച മാറ്റാൻ ഈ മുരിങ്ങ അടിപൊളി സൊല്യൂഷനാണ്. മനസ്സിലായത് നിങ്ങൾക്ക്? പിന്നെ മുരിങ്ങയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. അതുപോലെ അയേണും അടങ്ങിയിട്ടുണ്ട്. രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് ഈ കർക്കിടക മാസത്തിൽ രക്തം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അയൺ ടോണിക്കാണ് മുരിങ്ങയില എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. മുരിങ്ങയില കഴിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ച് കഴിക്കണം കേട്ടോ. കാരണം ഇത് പിത്തദോഷം ഉണ്ടാക്കുന്നൊക്കെയാണ് നമ്മൾ പാരമ്പര്യമായിട്ട് പറഞ്ഞു വരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ശാസ്ത്രീയപരമായിട്ട് തെളിവുകളില്ല. എന്ന് കാരണം നമുക്കിതിനൊക്കെ തെളിയിക്കാനുള്ള സംവിധാനം നാട്ടിലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മുരിങ്ങയില ഒഴിവാക്കേണ്ട കാര്യമല്ല. നന്നായിട്ട് വേവിച്ചിട്ട് നമ്മൾ മുരിങ്ങയില ഈ കർക്കിടക മാസത്തിൽ നമ്മൾ കഴിക്കുക കേട്ടോ.